ക്ലാസ് 12th ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.5 ആണ് ചെയ്യാൻ വേണ്ടി പോണത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 8 picofarad. 1 picofarad is equal to 10 raised to minus 12 farad. What will be the capacitance if the distance between the plates is reduced by half and the space between them is filled with a substance of dielectric constant 6? അതായത് നമ്മുടെ കയ്യിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ആദ്യം ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ ആ പ്ലേറ്റിന്റെ ഇടയിൽ എയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡൈലക്ട്രിക് ആയിട്ട് എയർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്നുണ്ട് 8 picofarad ആണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ആ പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പകുതിയാക്കി. അതേപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ഇതുണ്ടല്ലോ, അതായത് സബ്സ്റ്റൻസ്, അതായത് ഡൈഇലക്ട്രിക്, നമ്മൾ എയർ എന്ന് എന്താക്കി, എയർ എന്ന് നമ്മൾ ഒരു വേറൊരു സബ്സ്റ്റൻസ് നമ്മൾ അതിൽ ഫില്ല് ചെയ്തു. അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് 6. അങ്ങനെയാണെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ആദ്യം എയർ ആയിരുന്നു ഡൈഇലക്ട്രിക് മീഡിയം. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു പ്ലേറ്റ്സിന് ഒരു സെർട്ടൻ ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ആ സമയത്തുള്ള കപ്പാസിറ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് 8 picofarad. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ പകുതിയാക്കി. അതേപോലെ തന്നെ ഈ രണ്ട് പ്ലേറ്റിന്റെ ഇടയിലുള്ള ഡൈഇലക്ട്രിക്കിന് നമ്മളൊരു ഡൈഇലക്ട്രിക് എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. ആ ഡൈഇലക്ട്രിക്കിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. സോ എങ്ങനെയാണ് നമുക്ക് ഈ ചോദ്യം ചെയ്യാന്നുള്ളത് നോക്കാം. ചോദ്യം ഭയങ്കര എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. അതായത് നമുക്ക് കപ്പാസിറ്റൻസ്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്താണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C is equal to എപ്സൈലൻ A by D എന്നാണ് ഇതിന്റെ ഇക്വേഷൻ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ. ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം അതിന്റെ ഇടയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? പ്ലേറ്റ്സിന്റെ ഇടയിൽ എയർ ആണ് ഫില്ല് ചെയ്തിട്ടുണ്ടത്, അല്ലെ? എയർ ഫില്ല് ചെയ്യണ സമയത്ത് അതിന്റെ കപ്പാസിറ്റൻസിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക? C0 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക, അല്ലെ? C0 അല്ലെങ്കിൽ C0 വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ C0 is equal to പെർമിറ്റിവിറ്റി ഓഫ് എയർ എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ദാറ്റ് ഈസ് എപ്സൈലൻ നോട്ട്, അല്ലെ? എന്ന് പറയുന്നത് പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഏരിയ ഹോൾ ഡിവൈഡഡ് ബൈ പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? സ്മോൾ ഡി. പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഡി. സോ ഇതാണ് എന്ത്? കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ആസ് ദ മീഡിയം, അല്ലെ? ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് എന്ത്? ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് എന്ത്? 8 picofarad ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സോ C0ന്റെ വാല്യൂ എത്രയാണ്? 8 picofarad. ഇനി what will be the capacitance if the distance between the plates is reduced by half and the space between them is filled with a substance of dielectric constant 6? ഇനി നമ്മൾ എന്താ ചെയ്തത് വെച്ചാല്, ഇതൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ എന്താ ചെയ്തത് വെച്ചാല്, എയറിനെ അവിടുന്ന് മാറ്റിയിട്ട് എയറിന്റെ സ്ഥാനത്ത് നമ്മൾ ഒരു ഡൈഇലക്ട്രിക്കിനെ എന്ത് ചെയ്യണം? ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ ഡൈഇലക്ട്രിക്കിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 6 ആണ്. അതേപോലെ തന്നെ പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പകുതിയാക്കി. സോ പുതിയ ന്യൂ കപ്പാസിറ്റൻസ്, അതിനെ ഞാൻ C ആയിട്ട് എടുത്തു കേട്ടോ. C ആണ് ന്യൂ കപ്പാസിറ്റൻസ്. സോ C is equal to, അപ്പൊ അവിടെ പെർമിറ്റിവിറ്റി മാറല്ലോ, കാരണം എയർ അല്ലല്ലോ. മീഡിയം എന്ന് പറയുന്നത് എയർ അല്ല, പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള മീഡിയം എയർ അല്ല. അപ്പൊ പെർമിറ്റിവിറ്റി എപ്സൈലൻ നോട്ട് അല്ല വരാ, പകരം എപ്സൈലൻ ആയിരിക്കും പുതിയൊരു പെർമിറ്റിവിറ്റി. എപ്സൈലൻ എയിലൊരു ചേഞ്ചും ഇല്ല, കാരണം പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഏരിയ അതിലൊന്നും നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടില്ല. അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്തത്? നമ്മൾ പകുതിയാക്കിയത്. സോ ഡി എന്തായിട്ട് മാറും? D/2 ആവും, അല്ലെ? D/2 ആവും. ഇനി നമുക്കറിയാം, വി നോ ദാറ്റ്
ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അഥവാ എപ്സൈലൻ ആർ അല്ലെ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അഥവാ എപ്സൈലൻ ആർ നമുക്കറിയാം എന്താണ്, എപ്സൈലൻ ബൈ എപ്സൈലൻ നോട്ട് ആണ് അല്ലെ. അതിന് നമുക്ക് എന്ത് കിട്ടും, അതിന് നമുക്ക് എപ്സൈലൻ ഇസ് ഈക്വൽ ടു എപ്സൈലൻ ആർ ഇൻറ്റു എപ്സൈലൻ നോട്ട് എന്ന് വരും അല്ലെ. എപ്സൈലൻ ആർ ഇൻറ്റു എപ്സൈലൻ നോട്ട്. ഈ ഇക്വേഷൻ നമ്മൾ നമ്മുടെ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, സി ഈസ് ഈക്വൽ ടു എപ്സൈലൻ ആർ എപ്സൈലൻ നോട്ട് എ ഹോൾ ഡിവൈഡ് ബൈ ഡി ബൈ 2 എന്ന് വരും അല്ലെ. ഡി ബൈ 2 എന്ന് വരും. സോ ഇതിനെ നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാല് എപ്സൈലൻ ആർ എന്താണ്, എപ്സൈലൻ ആർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 6 ആണ് തന്നിട്ടുണ്ട് അല്ലെ. മെറ്റീരിയലിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 6 ആണ് ഇൻറ്റു എപ്സൈലൻ നോട്ട് എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് അല്ലെ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ദാറ്റ് ഈസ് എത്രയാണ്, അതവിടെ നിൽക്കട്ടെ. എപ്സൈലൻ നോട്ട് എപ്സൈലൻ നോട്ട് എ ബൈ അതവിടെ നിൽക്കട്ടെ. എപ്സൈലൻ നോട്ട് എ ബൈ നമുക്ക് എന്ത് വരും, ഡി ബൈ 2 എന്ന് വരും അല്ലെ. ഡി ബൈ 2. ഈ 2നെ മോളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഈ 2നെ മോളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സി ഈസ് ഈക്വൽ ടു 12 എപ്സൈലൻ നോട്ട് എ ബൈ ഡി എന്ന് വരും അല്ലെ. 12 എപ്സൈലൻ നോട്ട് എ ബൈ ഡി. നമുക്ക് എപ്സൈലൻ നോട്ട് എ ബൈ ഡിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടില്ലേ. എന്തായിരുന്നു എപ്സൈലൻ നോട്ട് എ ബൈ ഡിയുടെ വാല്യൂ, എപ്സൈലൻ നോട്ട് എ ബൈ ഡി തന്നെയല്ലേ C0. സോ C0യുടെ വാല്യൂ നമുക്കറിയാം എന്താണ്, 8 പൈക്കോ ഫാരഡ് ആണ് അല്ലെ. ഇത് തന്നെയാണ് എന്ത്, എപ്സൈലൻ നോട്ട് എ ബൈ ഡി. സോ അത് ഇവിടെ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാം 12 ഇൻറ്റു എപ്സൈലൻ നോട്ട് എ ബൈ ഡി എത്രയാണ്, എത്രയാണ്, ഓൾറെഡി ഉണ്ടായിരുന്ന കപ്പാസിറ്റൻസ് 8 പൈക്കോ ഫാരഡ് അല്ലേ. സോ 8 ഇൻറ്റു പൈക്കോ ഫാരഡ് ആണ്, അതിനെ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 10⁻⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. 1 പൈക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻12 ഫാരഡ് ആണ്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരാം 9.6 ഇൻറ്റു 10⁻⁻11 ഫാരഡ് എന്ന് വരും അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു 96 പൈക്കോ ഫാരഡ് എന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. 96 പൈക്കോ ഫാരഡ് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. സോ നമ്മുടെ ആൻസർ 96 പൈക്കോ ഫാരഡ് ആണ്. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ്.